എടുക്കാത്ത സർക്കാരിന് വേണ്ടി സർക്കാരല്ലോ ജില്ലാ കളക്ടർ ആയില്ലുവാട്ടെ അവർക്കെതിരെ ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ യൂണിയൻ പ്രതികരിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ ചങ്ങിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഗൈസ്. അവനാണ് നമ്മുടെ മുഖ്യ. എന്തേ നിങ്ങൾ മലപ്പുറം മാത്രം ഒഴിവാക്കാൻ കാരണം എന്തേ? മലപ്പുറം നിങ്ങൾ ഇത്രയും ജില്ലകൾക്ക് അവധി കൊടുത്തിട്ട് മലപ്പുറത്ത് ഞങ്ങളെ അറിയത്തില്ല. നിങ്ങൾ മലപ്പുറത്തെ സീൻ ഫുള്ളാരാണ് ഞങ്ങൾ അറിയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പവർഫുൾ കൂടുതൽ വിദ്യാർത്ഥികളുള്ള മലപ്പുറം തന്നെയല്ലേ? ഒന്നും സംശയമില്ലല്ലോ. സംശയം വല്ലതും ഉണ്ടോ? ഇപ്പം പറയണം. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും വിദ്യാർത്ഥികളല്ല, കാടന്മാരാണ് എന്നാണ് നമ്മുടെ ജനങ്ങൾ പറയുന്നത്. അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്രത കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിക്കരുത്. മഴയ്ക്ക് നല്ല തീവ്രതയുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഭഗവാനെ ഈശ്വര എന്നെ മഴയ്ക്ക് നല്ല തീവ്രത കൊടുക്കണേ, നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ലേ സർവേശ്വര എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അതുകൊണ്ട് തീവ്രത കൂട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവധി തന്നില്ല? അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് ആ മഴ നനഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു. മഴയിൽ നനഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു. മൂന്നാറിലേക്കും കൊടൈക്കനാലിലേക്കും ട്രിപ്പ് പോയാൽ കുഴപ്പമില്ല, സ്കൂളിലേക്ക് യാത്ര ചെയ്യുകയാണ്. അത് ഭയങ്കര ലക്ഷ്യകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല, ബാക്കിയുള്ള 8 ജില്ലകളിലും ഇന്നും ഇന്നലെയായിട്ടും അവധി തന്നെ. അത് എന്റെ കളക്ടറെ ഇത് ഭയങ്കര മോശമായി. ഇത് പ്രശ്നമാണ്. ഇത് എന്തു കളക്ടർക്ക് ഒരു മര്യാദയുണ്ടോ? കളക്ടറെ ആരും ചിരിക്കരുത്. ഞാനിത് എന്റെ നെഞ്ചിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പൊ 31 വീടുകളാണ് പൊട്ടിയിടഞ്ഞു വീണത്. 2019 കവളപ്പാറടിഞ്ഞു വീണത് ആരും മറക്കാൻ നിൽക്കണ്ട. നിങ്ങളൊന്നും മറക്കാൻ നിൽക്കണ്ട. പ്രശ്നമാണ്. എനിക്കറിയാത്തവരാണ് ഞങ്ങളുടെ നേതാവിനറിയാം. ഞങ്ങളുടെ നേതാവ് പറയുന്നത് നിങ്ങൾ കേൾക്കണം. കളക്ടർ, മിസ്റ്റർ കളക്ടർ സർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞ തെറ്റി വന്നായിരുന്നു. അതാരും ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങൾ അതിജീവിച്ചു. ഞങ്ങൾ അതെല്ലാം ഞങ്ങളെ തീ കുരുത്തവരെ ഞങ്ങളെ വെയിലത്ത് വാർത്തില്ല. കളക്ടർ സാർ അങ്ങനെ വിചാരിക്കരുത്, അത് തെറ്റാണ്. എന്നാലും 8 ജില്ലകളിൽ മലപ്പുറം എവിടെ? ഇന്നും ഇന്നലെ മിഞ്ഞാന്നും 8 ജില്ലകൾ. മിഞ്ഞാന്നിന്റെ എന്താണ് കളക്ടർ സാറെ ഈ കാണിക്കുന്നത്? എന്ത് മ്ലേച്ഛകരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അവധിയാക്കിയിട്ടും മലപ്പുറം മാത്രം അവധിയാക്കിയിട്ടില്ല. സ്കൂളിലേക്ക് പകൽ മഴ കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ വട്ടമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയെക്കൂടാണ് കഴിച്ച് മലപ്പുറം കടന്നത്. എന്റെ കളക്ടറെ പ്രശ്നമാണ്. ഇത്രയും മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ചുക്കുമില്ലേ? അത്രയും മനസ്സ് തുറന്ന് ഞങ്ങളുടെ നേതാവ് അത്രയും തീഷ്ണമായി പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചുക്കുമില്ലേ എന്നാണ് ഞങ്ങളുടെ സഖാവ് ചോദിക്കുന്നത്. പറയുമോ മറുപടി? ഞങ്ങളുടെ നേതാവ്, സഖാവല്ല നേതാവ്. ഞങ്ങളുടെ നേതാവിന് മറുപടി കൊടുക്കേണ്ടത് കളക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. കളക്ടർ ഒരു പുണ്ണാക്കുമില്ലേ? ഇത്രയും പറഞ്ഞില്ലേ? ഞങ്ങൾക്കും ഉണ്ടാവില്ല പൂരിമായിട്ട് ഫുട്ബോൾ കളിക്കാനും മീന് ചൂണ്ടലിടാനൊക്കെ ഒരു കൂടി. ഒന്നും എന്റെ പൊന്നെ, എനിക്ക് ഇവ കൊള്ളാം കേട്ടോ. ഇവരാണ് ഇവൻ അർജുൻ ചേട്ടനെക്കാളും വലിയ കാരിവിനായിട്ടിങ്ങനെ വലിയ ആളാവും കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ വാക്കി അവൻ ആ സിംബൽ മൊത്തം പിടിച്ചു പറ്റിയല്ലേ. കളക്ടർ ഒന്ന് അവധി കൊടുക്കളട്ടെ. കഷ്ടം, അവന്റെ കരച്ചിരി കണ്ടിട്ടെങ്കിലും നീക്ക് എന്ത് പറയാനുള്ള പറക്ക അവൻ കളക്ടർ ത്യാഗി കഷ്ട ചെറുക്കായിട്ട് അവധി കൊടുക്ക്. എനിക്ക് ഇത്രയുള്ളൂ പറയാൻ. അപ്പം ആ പയ്യൻ ആരാണെന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനൊന്ന് മെസ്സേജ് അയക്കരുത്. കഷ്ടമാണ് ഗൈസ്. നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ. ബൈ ഗൈസ്. എന്നാലും ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. എന്താ ഗുരുവേ? ഹലോ ഗൈസ്. ബാ ഹലോ ഗൈസ്. ഗുരുവേ നിന്നെ പോലൊരു സാധനം നീ പെരുന്നാൾ അംഗൻവാടി പോണെന്ന് പറയൂടാ. അംഗൻവാടി പോണോ? എനിക്ക് പോണോ? ടീച്ചർ അടിക്കോ? അടിക്കത്തില്ല. ചുമ്മാ മുട്ട അടക്കാം. പിടിപ്പടാ. അംഗൻവാടി